ചുരുക്കം പറഞ്ഞാൽ ഡ്രഗ്സോ ആൽക്കഹോളോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളുടെ തലച്ചോറ് അതിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിലല്ല എന്ന് പറയാൻ പറ്റും. അതേസമയം ഈ ലഹരി ഉപയോഗിക്കുകയും ആൽക്കഹോൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പൗരുഷത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ കാണുകയും ചെയ്താലും ഇത്രയൊക്കെ അതിന്റെ ഒരു പ്രൊസീജിയർ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിപ്പോ നമ്മൾ ആ റാഗിങ്ങിന്റെ കുട്ടികൾ സംസാരത്തിലും ഉണ്ട്, ഇങ്ങനെ സംഭവിക്കുള്ളൂ, അയാൾ മരിച്ചില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അയാൾ അങ്ങനെ ഒരു ഇത്. അപ്പോ ഷാജി കൈലാസിനോട് ചോദിച്ചു ഇതുപോലെ ഇതേ ചോദ്യം തന്നെ, നിങ്ങളുടെ സിനിമകൾ എന്തിനാണ് ഇത്രയും വയലൻസ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്? ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വഴിപിഴച്ചു പോവില്ലേ, സമൂഹം ശരിയായ രീതിയിൽ പോവില്ലല്ലോ, എന്ത് സന്ദേശമാണ് നിങ്ങളുടെ സിനിമകൾ നൽകുന്നതെന്നുള്ളത്. അപ്പോൾ ഷാജി കൈലാസ് പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. പുള്ളി പറഞ്ഞത്, ശരിക്കു പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ, യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന അക്രമങ്ങളുടെ വയലൻസിന്റെ ഒരു ചെറിയ ശതമാനം പോലും ഞാൻ എൻ്റെ സിനിമയിൽ കാണിക്കുന്നില്ല. വെഞ്ഞാറമൂടിലെ കൊലപാതകത്തിന്റെ സമയത്ത് അവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള മീഡിയ റിപ്പോർട്ടേഴ്സിനെ പറ്റിയുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് അത് കൂടുതൽ വർണ്ണിക്കുക വഴി അല്ലെങ്കിൽ അതിനെ കൂടുതൽ ദൃശ്യവൽക്കരിക്കുക വഴി അവർക്ക് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുമായിരിക്കാം. ഞാൻ കൊലപാതകം ചെയ്താലും ഇതൊക്കെ തന്നെയായിരിക്കും. അതെ, മാത്രമല്ല ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഇന്റേണൽ വയലൻസ് ആണ്, ഇന്റേണൽ അഗ്രഷനാണ്, ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വയലൻസ് ആണ്. അത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി, അത് എങ്ങനെയാണ്, അവരെന്തിനും എവിടെ പോയി, എന്ത് ചെയ്തു, എത്ര നാളായി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ കത്തുകൾ പബ്ലിഷ് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ വളരെയധികം പൊതുജനത്തിന്, കാരണം പൊതുജനം പല രീതിയിലുള്ള മാനസികവും ശാരീരികമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്, അവർക്കങ്ങനെ റോ ആയിട്ട് കൊടുക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമസ്കാരം. കേരള സർവകലാശാല മനഃശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ടി സി മറിയുവാണ് ഇന്ന് കലാകൗമുദിയിലുള്ളത്. നമസ്കാരം മാം. നമസ്കാരം. കഴിഞ്ഞ 2 മാസത്തിനിടെ കേരളത്തില് ഓരോ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 63ഓളം കൊലപാതകങ്ങളാണ്. ഇതിൽ 30ഓളം കൊലപാതകങ്ങൾ ഒരാൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടോ മദ്യപിച്ചിട്ടോ ആണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും ഇവർ അത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്തായിരിക്കും? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഒരു പ്രധാന അവയവമാണ് തലച്ചോറ്. ഈ തലച്ചോറിലേക്ക് പോകുന്ന സന്ദേശങ്ങൾ നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യൂഹത്തിലൂടെ ന്യൂറോൺസ് വഴിയാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോൺസ് നടത്തുന്ന സന്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലച്ചോറിന്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക, ശരിയായ രീതിയിൽ, അതായത് ശരിയായ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ സന്ദർഭത്തിനും അനുസരിച്ചിട്ടുള്ള രീതിയിൽ പെരുമാറാനായിട്ട് നമ്മളെ സഹായിക്കുക, അതുപോലെ ഇമ്പൾസീവ് ആയിട്ടുള്ള എടുത്തടിച്ചിട്ടുള്ള പെരുമാറ്റങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുക, അതുപോലെ ചില കാര്യങ്ങൾ ഇപ്പോൾ വേണ്ട അത് ബ്ലോക്ക് ചെയ്യാനായിട്ട്, ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. ചിലപ്പോ ചില കാര്യങ്ങൾ കുറച്ചും കൂടെ ആവാം, ഇത് വരെ മതി എന്നുള്ളതിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് നമ്മളെ സഹായിക്കുക. പിന്നെ നമ്മുടെ ഓർമ്മശക്തിയെ സഹായിക്കുക. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തെയും നമ്മുടെ ഫ്യൂച്ചറിനെയും ഒക്കെ ബാധിക്കുന്ന വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവമാണ് നാഡീവ്യൂഹത്തിനെ സെൻറ്റർ ചെയ്യുന്ന ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ, ഹെൽത്തി ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ വളരെ ഒരു പെട്ടെന്ന് ബാധിക്കുന്ന ചില വസ്തുക്കളിൽ പെടുന്ന ഒന്നാണ് നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സോ അല്ലെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സബ്സ്റ്റൻസസും ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ്. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷനെ ഡിപ്രസന്റ് ആയിട്ട്, അതായത് ഡിപ്രസ് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് താഴ്ത്തുന്ന ഒരു റോളാണ് നമ്മൾ ഈ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ നിർവഹിക്കുന്നത്. പൊതുവേ നമ്മൾ വിചാരിക്കും ഈ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ഒരു സ്റ്റിമുലന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഉത്തേജകമായിട്ടാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ശരീരത്തിൽ അതിന്റെ പ്രവർത്തനം എന്ന് വിചാരിക്കും. പക്ഷെ ശരിയായ രീതിയിൽ അതൊരു ഡിപ്രസന്റ് ആണ്. എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ എല്ലാ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിനെ ഒന്ന് താഴ്ത്തുകയാണ് ഈ ഡ്രഗ്സ് ഒക്കെ ചെയ്യുക. അപ്പോ ശരിയായ രീതിയിലുള്ള ആലോചനയോ ഒരു ചിന്തയിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഉപയോഗം. അപ്പോൾ ഈ മുമ്പ് ഞാൻ പറഞ്ഞു, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു വസ്തു ആണ് ഈ നെർവ്സിന്റെ കൂടെ ഒരു സന്ദേശം പോലെ
പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ചില ഡ്രഗ്സിന്റെ സ്ഥിരമായ ഉപയോഗം കാരണം അത് തന്നെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഡ്രഗ്സോ ആൽക്കഹോളോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളുടെ തലച്ചോറ് അതിന്റെ നോർമൽ ഫങ്ഷനിങ്ങിലല്ല എന്ന് പറയാൻ പറ്റും. ഇതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ കുറ്റവാളിയുടെ രക്തപരിശോധനയെ പറ്റി കേട്ടിട്ടുണ്ടാവും. അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇയാളുടെ ഈ പറയുന്ന തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മന്ദഗതിയിൽ പോവുകയും ശരിയായ തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആന്റി സോഷ്യൽ ആയിട്ടുള്ള എല്ലാ പെരുമാറ്റങ്ങളും ആലോചനയില്ലാത്തതാണ്, ലോജിക് ഇല്ലാത്തതാണ്, ചിന്തയില്ലാത്തതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമുക്ക് മറികടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗത്തിന് വലിയൊരു നിയന്ത്രണം പലതരത്തിലും പല മേഖലയിലും, മേ ബി അത് വീടുകളിലാവാം, സ്കൂളുകളിലാവാം, ഇതിന്റെ ലഭ്യത കുറയ്ക്കുന്ന ഗവൺമെന്റ് ഇടപെടലുകളാവാം, അതിനെയൊക്കെ നമ്മൾ വലിയ രീതിയിൽ നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം പൊതുവെ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ കണ്ടത് കേരളത്തിലെ കൂടുതലും പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ പലതരത്തിലുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ ഇത് നമ്മൾ ഈ പറയുന്ന മാസ്കുലൈൻ സ്റ്റീരിയോടൈപ്സ് അല്ലെങ്കിൽ പൗരുഷമായിട്ടുള്ള ചില ചിന്തകളുടെയും അല്ലെങ്കിൽ പ്രതീക്ഷകളുടെയും ഭാഗമായിട്ട് അവർക്കത് തുറന്നു പറയാനോ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനോ ഉള്ളൊരു സാഹചര്യം നമ്മൾ എവിടെയും കൊടുക്കുന്നില്ല. അതേസമയം ഈ ലഹരി ഉപയോഗിക്കുകയും ആൽക്കഹോൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പൗരുഷത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് കുടിച്ചാലേ, ഒന്ന് വലിച്ചാലേ, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചാലേ പുരുഷനാകൂ എന്ന് പറയുന്ന പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ടുള്ള പല സന്ദേശങ്ങളും നമുക്ക് പല ലെവലിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ശരിയായ രീതിയിലൊരു കോപ്പിംഗ് സ്ട്രാറ്റജി, അതായത് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു സ്ട്രാറ്റജി നമ്മുടെ പുരുഷന്മാർക്ക്, കൂടുതലും പുരുഷന്മാർക്ക് സ്ഥിരമായ ഉപയോഗത്തിൽ, പുരുഷന്മാരെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഈ കുറ്റകൃത്യത്തിന്റെ പുറകിൽ കൂടുതലും പുരുഷന്മാരാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്നില്ല. അപ്പം ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ കുറ്റവാളികൾ എന്ന് നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോഴേക്കും അവരുടെ ജെൻഡർ ഈ കാര്യത്തിൽ വളരെ പ്രധാനമാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം ചെയ്യാനായിട്ട് ശരിക്കും സ്കൂൾ കാലഘട്ടം മുതൽ ഈ സ്കൂളിലുള്ള സറൗണ്ടിങ്സും ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസും അവിടെയുള്ള ആൾക്കാരിൽ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴത്തെ തലമുറ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് മിക്കവാറും പേർക്ക്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ കോളേജുകളിൽ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും ഡാൻസൊക്കെ കളിക്കാൻ പറയുന്നതാണ്. പക്ഷെ അതിപ്പം ഭയങ്കര ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അതെന്താണ്, അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? കുട്ടികളുടെയും കൗമാരക്കാരുടെയും കാര്യം പറയുമ്പോഴേക്കും നമ്മൾ മുമ്പ് പറഞ്ഞ ബ്രെയിനിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമ്മുടെ ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ ഈ ഭാഗമായിട്ട് വരും. ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ ചിന്തകളെയും ആലോചനകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം, ബ്രെയിനിന്റെ ഒരു ഭാഗം. ഈ ഫ്രോണ്ടൽ ലോബിന്റെ വളർച്ച, അതിന്റെ വികാസം ഏകദേശം പരിപൂർണമാകുന്നത് ഒരാളിന്റെ 20കളുടെ മധ്യത്തിലാണ്. അപ്പോ ഈ 20കളുടെ താഴെ നിൽക്കുന്ന 20 വയസ്സിന്റെ താഴെ നിൽക്കുന്ന കുട്ടികളിൽ, അതാരുമായിക്കോട്ടെ, സ്കൂൾ കുട്ടിയാവട്ടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാവട്ടെ, അവരാരാണെങ്കിൽ തന്നെയും അവരുടെ ബ്രെയിൻ വികാസം നടക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് പലതരത്തിലുള്ള കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ കാണുന്നതെന്നുള്ളതിന്റെ ഒരു അവസാന വാക്കോ അല്ലെങ്കിൽ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ അക്രമത്തെ നമുക്ക് 3 തരത്തിൽ തിരിക്കാൻ പറ്റും പഠനങ്ങൾ വെച്ചിട്ട്. ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള അക്രമമാണ്, വേറൊന്ന് സ്ട്രക്ചറൽ ഘടനാപരമായിട്ടുള്ള അക്രമമാണ്, മറ്റൊന്ന് കൾച്ചറൽ ആയിട്ടുള്ള ആക്രമണമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ആക്രമണത്തെ പറ്റിയുള്ള ചർച്ചയിൽ ഈ 3 വിഭാഗങ്ങളെയും കൂടെ മനസ്സിലാക്കണം തോന്നുന്നു. കാരണം ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള അക്രമം എന്ന് പറയുമ്പോൾ ഒരു റാഗിങ്ങിനോ അല്ലെങ്കിൽ ഫെയർവെൽ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒന്ന് ആഘോഷിക്കാനോ അക്രമം കൂടിയേ തീരൂ, അല്ലെങ്കിൽ അക്രമം ഒരു മോഡ് ഓഫ് സെലിബ്രേഷൻ ആയിട്ട് മാറുന്ന ഒരു പ്രവണത നമുക്കിപ്പോ കാണുന്നുണ്ട്. അതിപ്പം ഫൈസൽ സൂചിപ്പിച്ചത് അങ്ങനെയാണ്. അതായത് കുട്ടികൾ നേരത്തെ തന്നെ നഞ്ചക്കാണെങ്കിലോ അല്ലെങ്കിൽ ആയുധങ്ങളുമായിട്ടാണ് അവർ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ഡയറക്ട്ലി ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക, ശാരീരിക ഉപദ്രവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുഴപ്പമില്ല. അവര് ബുദ്ധിമുട്ടുണ്ടെന്നാണ്. ഇപ്പൊ നമുക്ക് റാഗിങ് നടന്നിട്ടുള്ള
കോളേജിലെ കുട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കണ്ടിരുന്നു, പത്രത്തിൽ കണ്ടിരുന്ന അനുസരിച്ചിട്ട് അതിൽ പറയുന്നത് അവർക്ക് അങ്ങനെ പറ്റുന്നതിൽ ഇവർക്ക് യാതൊരു കുറ്റബോധമോ വിഷമമോ ഇനി അത് ചെയ്യരുതെന്നുള്ളൊരു വിചാരമോ അവർക്കില്ല. അപ്പൊ ഡയറക്ട്ലി ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. ബുദ്ധിമുട്ടിക്കുന്നതിനപ്പുറം ശാരീരികമായി ഉപദ്രവിക്കുക, അവർക്ക് വേദന ഉണ്ടാക്കുന്നതിന് ഒരു പ്രശ്നമില്ല. രണ്ടാമത്തേതാണ് സ്ട്രക്ചറൽ എന്ന് പറയുന്നത്. സ്ട്രക്ചറലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ വയലൻസ് എന്ന് പറയുന്ന ഒരു ഘടകം ഇപ്പൊ കൂടുതൽ വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാര്യമായിട്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തോന്നുന്നത് നമ്മുടെ നാട്ടില് പല കാര്യങ്ങളും ബാലൻസ്ഡ് അല്ല. നമ്മുടെ മെയിൻലി പവർ റിലേറ്റഡ് ആവട്ടെ, അധികാരത്തിന്റെ കാര്യത്തിലാവട്ടെ, നമുക്ക് പല ഇല്ലായ്മകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ താരതമ്യപ്പെടുത്തലിന്റെ അളവുകോലുകൾ മാറുന്നുണ്ട്. അപ്പോ നമുക്കിപ്പോ നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പിലാണ്. ഇപ്പം ലിറ്ററസിയുടെ കാര്യത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാവട്ടെ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് ഒരുവിധം അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സംസ്കാരം നമുക്കുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ, ഇതിലും കൂടുതൽ മറ്റെന്തോ ഉണ്ടെന്നുള്ള മറ്റെന്തോ എത്തിപ്പിടിക്കാനായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഘടനാപരമായി വരുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ജയിലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ആളുകൾക്ക് ഇടമില്ലാത്ത രീതിയിൽ ജയിലുകൾ നിറയുന്നു, പുതിയ ജയിലുകൾ വരേണ്ടി വരുന്നു. ഈ ജയിലിന്റെ കാര്യം പറയുമ്പോഴാണ് സാധാരണ കോളേജ് ഹോസ്റ്റലിലും സ്കൂൾ ഹോസ്റ്റലിലും പോലും കിട്ടാത്ത തരം നല്ല ഭക്ഷണമാണ് ജയിലിൽ കിട്ടുന്നത്. അതെ, അപ്പൊ ഒന്ന് ജയിലിൽ പോയിട്ട് വരിക എന്ന് പറയുന്നതും ദാറ്റ് ഈസ് ഓക്കെ. ഇപ്പൊ പരോളിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു പാർട്ടാണ്. ഒരു പുരുഷനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജയിലിലോട്ട് പോകാം, ഇത് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാം, ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വരാം എന്ന് പറയുന്നത്. അപ്പോൾ ഘടനാപരമായിട്ട് നമ്മൾ ആക്രമണത്തെ വളരെ നോർമലൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിലോട്ട് വരുന്നുണ്ട്. കുറ്റം ചെയ്താലും ഇത്രയൊക്കെ അതിന്റെ ഒരു പ്രൊസീജിയർ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിപ്പോ നമ്മൾ ആ റാഗിങ്ങിന്റെ കുട്ടികൾ സംസാരത്തിലും ഉണ്ട്, ഇങ്ങനെ സംഭവിക്കുള്ളൂ, അയാൾ മരിച്ചില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അയാൾ അങ്ങനെ ഒരു രീതിയിൽ. മൂന്നാമത്തെ പറഞ്ഞ കൾച്ചറൽ എന്ന് പറയുന്നത്. കൾച്ചറലി ഇപ്പം നമ്മുടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്. സാംസ്കാരികമായി ഈ വയലൻസ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സാംസ്കാരിക പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുമിച്ച് സഹകരിച്ചും സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തും ഒക്കെ വളർന്നുകൊണ്ടിരുന്നൊരു, ഒരുമിച്ച് നിന്നൊരു സഹവർത്തിത്വത്തോടെ ഒരുമിച്ച് നിന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അടുത്തിടെയായിട്ട് വന്നിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങള്, മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, ഇതൊക്കെ നമ്മുടെ ഒരു കണ്ടന്റ്മെന്റ്, നമ്മുടെ സമാധാനം, സന്തോഷം, സംതൃപ്തി എന്ന് പറയാം, അതായിരിക്കും ശരിയായ വാക്ക്, സംതൃപ്തിയുടെ ഒരു ത്രഷോൾഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഉമ്മറപ്പടി എന്ന് പറയാം, അതിന്റെ ആ ഒരു ത്രഷോൾഡ് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എത്ര കിട്ടിയാലും ഇതല്ല, ഇതിനും അപ്പുറമുള്ള എന്തെങ്കിലും വന്നാൽ മാത്രമേ നമുക്കിത് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു കൾച്ചറൽ ചേഞ്ചസിനും കൂടെ ഈ ചേഞ്ചസ് കൂടെ നമ്മുടെ ഈ വയലൻസിനെ വിശദമാക്കുമ്പോൾ വരേണ്ടതുണ്ട്. അപ്പൊ ചോദിച്ചതുപോലെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും കാര്യം പറയുമ്പോൾ ഇവര് ഈ 3 തരം വയലൻസിന്റെയും ഇരകളായി മാറുകയാണെന്ന് പറയാം. നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോ മാധ്യമങ്ങളിലാവട്ടെ ചർച്ചകളിലായിട്ടൊക്കെ വരുന്നത്. കാരണം ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഈ കുട്ടികളുടെ തലമുറയിൽ അല്ലാതിരിക്കുകയും ഈ കുട്ടികൾക്ക് ഈ കുറ്റപ്പെടുത്തുന്ന തലമുറയോട് ഒരു തരത്തിലും ആശയവിനിമയം നടത്താൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ചർച്ച അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു അടുത്തൊരു സ്റ്റെപ്പ് സ്റ്റക്കായി പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയില് ഇടയ്ക്ക് കണ്ടൊരു കാര്യമാണ്, നിരന്തരമായിട്ട് ഇങ്ങനെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 90s കിഡ്സ്, 2K കിഡ്സ് ആണ് കൂടുതൽ ക്രൈമുകൾ ചെയ്യുന്നത്. ഇപ്പം ഓരോ പ്രായത്തിലുള്ള ആൾക്കാരും ക്രൈം ചെയ്ത റെക്കോർഡാണ് എണ്ണമാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു 63 അതിൽ കുട്ടികളും ഉൾപ്പെടും, മുതിർന്നവരും ഉൾപ്പെടും. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ അതിന് അങ്ങനെ ഒരു ചായ കൊടുക്കുന്നത്? 2K കിഡ്സ് ആണ് കൂടുതൽ പ്രശ്നക്കാര്, അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തായിരിക്കും? അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? നമ്മളിപ്പോ പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില ജനറലൈസേഷൻസ് ആണ്. നമുക്ക് അങ്ങനെ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതെല്ലാം വളരെ റീസെന്റ് പ്രതിഭാസങ്ങളായത് കൊണ്ട് തന്നെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗവേഷണങ്ങൾ വന്നിട്ടില്ല. അപ്പൊ നമ്മള് 2K കിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ
ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമേ വയലൻസിലേക്ക് എത്തുന്നുള്ളൂ. ഇപ്പൊ നമ്മള് ആ കുട്ടികളുടെ പേരിൽ അല്ലെ ആ കുട്ടികളുടെ ഒരു കണക്ക് വെച്ചിട്ട് എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്ന് നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രതിഭാശാലികളായ കുട്ടികളുണ്ട്, അവരിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോ നമുക്ക് അങ്ങനെ അത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു വലിയ പരിധിവരെ ഒരു ഇമോഷണൽ റെഗുലേഷൻ, അതായത് വൈകാരിക നിയന്ത്രണം കുറയുന്ന ഒരു തലമുറയായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഒരു അധ്യാപിക എന്ന രീതിയിലും എനിക്ക് അതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള സെൻസിറ്റിവിറ്റി വളരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്, എംപതി കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എൻ്റെ വേദന മറ്റൊരാൾക്ക് മനസ്സിലാക്കാനോ മറ്റൊരാളുടെ വേദന എനിക്ക് അതേപോലെ ഫീൽ ചെയ്യാനോ കഴിയാത്തൊരവസ്ഥ പൊതുവെ ഞാൻ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അവരവരുടെ കാര്യമാണോ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യവുമല്ല നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ഉള്ള ഒരു തലമുറയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എല്ലാവരും കുറ്റകൃത്യങ്ങളിലോട്ട് എത്തിപ്പെടണം എന്നില്ല. പക്ഷെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ 2K കുട്ടികൾ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ കുട്ടികൾ എവിടെയൊക്കെയായിരിക്കുന്നു അവിടെയെല്ലാം, അതായത് വീഡിയോ ഗെയിംസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ തന്നെ ഇവരുടെ കാഴ്ച എന്താണ്, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇവർ ആരുടെ കൂടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വിജിലൻസ് നമുക്കൊരു പുതിയ തലത്തിൽ, അതായത് അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് പുതിയ ആശയവിനിമയ രീതികൾ മില്ലനിയൽസോ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ള ആളുകളോ ഒക്കെ തന്നെ അഡോപ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത്. ഈ നിയമവ്യവസ്ഥിതി മാറണം എന്ന് തോന്നിയിട്ടില്ല? ഇപ്പം കോപ്പി അടിച്ച് എഴുതിയ ഒരു പരീക്ഷ എഴുതുന്ന ഒരാളിനെ ഡീബാർ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു കൊലപാതകം ചെയ്ത ഒരാളിനെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥിതിയുടെ പ്രശ്നമല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല? ഇപ്പൊ ഈ നമ്മള് കുറ്റകൃത്യങ്ങൾക്ക് ശേഷം എന്ത് എന്നുള്ളൊരു ആലോചനയാണിത്. അപ്പോ അതിന് നിയമവ്യവസ്ഥയും നിയമ നടപടികളും തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. പക്ഷെ ഒരു വളർന്നു വരുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇതിലേക്ക് എത്തുന്നത്, എന്തുകൊണ്ട് നുണ പറയുന്നു, എന്തുകൊണ്ട് ഈ കുട്ടി കള്ളത്തരം കാണിക്കുന്നു, എന്തുകൊണ്ട് അക്രമം എന്ന രീതി തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കുന്നു, ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഇതോടൊപ്പം നടന്നില്ലെങ്കിൽ, ഈ നിയമ നടപടിയോടൊപ്പം നടന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കുറ്റവാളികൾ ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് ശരിയായ രീതിയിൽ നിയമം നടപ്പിലാക്കിക്കൊണ്ട് കുട്ടികളെ ഭയപ്പെടുത്തി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഭയപ്പെടുത്തി നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കുട്ടികൾ ഇത്തരം കുറ്റകൃത്യങ്ങളിലോട്ട് എത്താനും സാധ്യത കുറവാണ്. അപ്പൊ നിയമ നടപടിയോടൊപ്പം തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നടപടികൾ ഉണ്ടാവണം. അതുപോലെ കുട്ടികളുമായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അവർക്കൊക്കെ തന്നെ അവരുമായിട്ട് സംവദിക്കാനുള്ള, ആ വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായിട്ട് ഇടപഴകാനുമായിട്ടുള്ള ശരിയായ പരിശീലനം കൂടെ ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കുട്ടികളിലെയും കൗമാരക്കാരുടെയും അഗ്രസീവ് പെരുമാറ്റത്തിന് കാരണം സിനിമയാണോ? ശരിക്കും സിനിമ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ നന്മയുള്ള സിനിമയുണ്ട്, നന്മ നിറഞ്ഞ അതിനെ അതായത് വില്ലനെ ഗ്ലോറിഫൈ ചെയ്ത് വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളും ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് നടൻ ജഗദീഷ് പറഞ്ഞൊരു കാര്യമാണ്, ഒരു പരാമർശമാണ്, നന്മയുള്ള സിനിമ നന്മ പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ വയലൻസ് ഉള്ള സിനിമ വയലൻസും പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അത് കണ്ട് അനുകരിക്കണോ വേണ്ടേ എന്നുള്ളത് ഒരാളുടെ ഡിസിഷനാണ്. അത് സിനിമയായിട്ട് കാണേണ്ട ഒരു മീഡിയം ആണല്ലോ. അത് പലപ്പോഴും ഈ കുട്ടികൾക്ക് പറ്റാതെ വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഓക്കെ, ഈ സിനിമകളെ പറ്റിയുള്ള ചർച്ചകള് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ എനിക്ക് ഓർമ്മ വന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഷാജി കൈലാസുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. അതില് ഷാജി കൈലാസിന്റെ സിനിമകൾ അറിയാമല്ലോ, എല്ലാം ഇടിപ്പടങ്ങളാണ്. അപ്പോ ഷാജി കൈലാസിനോട് ഇന്റർവ്യൂർ ചോദിച്ചു ഇതുപോലെ ഇതേ ചോദ്യം തന്നെ, നിങ്ങളുടെ സിനിമകള് കണ്ടിട്ട് എന്തിനാണ് ഇത്രയും വയലൻസ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വഴിപിഴച്ചു പോവില്ലേ, സമൂഹം ശരിയായ രീതിയിൽ പോവില്ലല്ലോ, എന്ത് സന്ദേശമാണ് നിങ്ങളുടെ സിനിമകൾ നൽകുന്നത് എന്നുള്ളത്. അപ്പോ ഷാജി കൈലാസ് പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. പുള്ളി പറഞ്ഞത്, ശരിക്കു പറഞ്ഞാല്, സത്യസന്ധമായി പറഞ്ഞാല്, യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന അക്രമങ്ങളുടെ വയലൻസിന്റെ ഒരു ചെറിയ ശതമാനം പോലും ഞാൻ എൻ്റെ സിനിമയിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ ഇതൊരു വളരെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സിനിമകളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഈ സിനിമകൾ എന്ന് പറയുന്നത് നമ്മുടെ യാഥാർത്ഥ്യത്തിന്റെ റെപ്രസെന്റേഷൻ ആണോ അതോ സിനിമകളിൽ നിന്നാണോ യാഥാർത്ഥ്യത്തിലേക്ക് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഈ പറഞ്ഞതുപോലെ അതിന്റെ വ്യൂവേഴ്സ്, അത് മേക്കേഴ്സ്, അത് എടുക്കുന്ന ആളുകള് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ മുമ്പ് ഞാൻ പറഞ്ഞ ഫ്രോണ്ടൽ ലോബിന്റെ വളർച്ചയുടെ റെലവൻസ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇങ്ങനെയൊരു തരം തിരിവ്, അതായത് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് എടുക്കാനുള്ള ഒരു കഴിവ് ഈ കുട്ടി പ്രേക്ഷകർക്കുണ്ടോ എന്നുള്ളൊരു ശരിക്കും അത് വീട്ടിലെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും സ്കൂളുകളിലെ അതിപ്പം നമ്മളെ ഈ പഠനങ്ങൾ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട് ഈ സിനിമകളുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുട്ടികൾ കാണുന്നതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഇതിലൊരു പ്രധാന റോളുണ്ട്, സാമൂഹ്യ സന്ദേശം കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഒരാളുടെ പഠന രീതി, അതിന്റെ മനഃശാസ്ത്രം ഈ പറയുന്ന നിരീക്ഷണം കൊണ്ട് മാത്രമല്ല. ഈ സിനിമകൾ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് മാത്രം. പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു നല്ല പെരുമാറ്റം ഉണ്ടാവണമെങ്കിൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് തരുന്നു, നമുക്ക് റിവാർഡുകൾ തരുന്നു. അതുകൊണ്ട് നമ്മുടെ നല്ല പെരുമാറ്റം മെച്ചപ്പെട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാം. പക്ഷെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ആ പെരുമാറ്റം കുറയുന്നതായിട്ട് കാണാം. അതിന് നമ്മൾ ഓപ്പറേഷണൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു വാക്കായിട്ട് പറയും. മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷൻ കാരണം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു നമ്മൾ പറയുന്ന ഒരു ഉൾക്കാഴ്ചയിൽ നിന്നും നമുക്ക് ചില പഠനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. സൈക്കോ അനാലിസിസിന്റെ ഭാഗത്ത് പറയുന്ന വെച്ചെങ്കിൽ നമ്മുടെ അബോധത്തിലാണ് നമ്മുടെ മിക്ക പഠനങ്ങളും നടക്കുന്നത്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അബോധ മനസ്സിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ട് തന്നെ നമുക്ക് ചില പഠന രീതികൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അത് മാത്രമല്ല ഉള്ളത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടിയുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു, ഇപ്പം അഡോളസൻസ് ടൈമിൽ ഏറ്റവും കൂടുതൽ കൂട്ടുകാരുടെ സ്വാധീനം ഉണ്ടാവുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ ആ കുട്ടിയുടെ ഒരു 20s ഒരു ലേറ്റ് 20s വരുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ എണ്ണം കുറയുന്നു, കൂട്ടുകാരുടെ സ്വാധീനം കുറയുന്നു. അവർ മറ്റൊരു ലെവലിലോട്ട്, അതായത് ജോലി അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങള്, സമൂഹത്തിലൊരു സ്റ്റാറ്റസ് ഉണ്ടാവുക, അതിലേക്ക് ഉള്ള രീതിയിലേക്ക് പോകുന്നു. പക്ഷെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പിയർ പ്രഷർ വരുന്നൊരു സമയമാണ്. അതേപോലെ മാതാപിതാക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പോൾ എത്രമാത്രം വൈകാരിക ബന്ധം മാതാപിതാക്കളുമായിട്ടുണ്ട്, അവർക്ക് എത്രമാത്രം ഇവരുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വളരെ വയലന്റ് ആയിട്ടുള്ള സിനിമ കാണുന്ന വളരെ ശാന്തമായ ഒരു ഫാമിലി എൻവയൺമെന്റ് ഉള്ള, ഞാൻ മാതാപിതാക്കളെ മാത്രം കുറ്റം പറയില്ല, ആൻ ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓഥർ ഉണ്ട്. അവര് പറയുന്ന അവരുടെ ഒരു ബുക്കിൽ പറയുന്നതാണ്, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു ബ്രിങ് അപ്പ് എ ചൈൽഡ് എന്ന് പറയും. അതായത് ഒരു വില്ലേജിന്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ പറയുന്ന മാതാപിതാക്കളെ വടികൊണ്ടും എന്താ പറയണേ വാക്കുകൊണ്ടും തല്ലുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പല ചർച്ചകളും വരുന്നത്. മാതാപിതാക്കളാണ് കാരണം എന്നുള്ളത്. പക്ഷെ മാതാപിതാക്കൾ മാത്രമല്ല, എന്തുകൊണ്ട് ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വീട്ടിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോകേണ്ടി വരുന്നത്, എങ്ങനെയാണ് അവരുടെ ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്നത് അവരുടെ മാത്രം ഉത്തരവാദിത്തം കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മള് കുറെ നാളുകളായി നമ്മുടെ കുടുംബങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ പിയർ പ്രഷർ ഉണ്ടാവാം, ഒരു ഫാമിലി എൻവയൺമെന്റ് ഒരു ഫാക്ടർ ആവാം. പിന്നെ ഈ സിനിമകളെക്കാൾ എനിക്ക് തോന്നുന്നത് തുടർച്ചയായിട്ടുള്ള സ്ക്രീൻ ടൈമിന്റെ ഉപയോഗം. ഈ കുട്ടികൾ എന്താണ് ഡെയിലി ഇവരുടെ ഉള്ളിലോട്ട് കയറുന്നെന്നുള്ളതിനെ പറ്റി സിനിമ കാണാൻ പോയ മാതാപിതാക്കൾക്ക് അറിയാം, അല്ലെങ്കിൽ ഇന്ന സിനിമയാണ് എന്നുള്ളത് അറിയാം. പക്ഷെ ഇതിന്റെ കണ്ടന്റ്, ഈ വീഡിയോ ഗെയിംസ് ആവട്ടെ, സോഷ്യൽ മീഡിയയുടെ കണ്ടന്റ് ഇവർക്ക് പ്രാപ്തമല്ല, ഇവരുടെ കയ്യിലില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുപോലെ നമ്മളിപ്പോ പറഞ്ഞാൽ നമ്മളിപ്പോ കൂടുതൽ ക്യാപിറ്റലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെയുള്ളതൊന്നും തൃപ്തമല്ലാതെ ഉള്ളൊരു സിറ്റുവേഷനിൽ പലതരത്തിലുള്ള, ഇപ്പം എന്താ പറയാ, അൺഎംപ്ലോയ്മെന്റ് ഒരു വലിയ ഫാക്ടറാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നമുക്ക് എന്താ പറയണേ, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംസ്കാരം നമുക്കില്ല, പിടിച്ചു വെച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. എല്ലാവരും എല്ലാ കാര്യത്തിലും ഇടപെടുന്നു, സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെയുള്ള സംസ്കാരം കുട്ടികളെ
എന്താ പറയണേ, ഒരു മനം മടുപ്പിക്കുന്നതും അല്ലെങ്കിൽ പഴഞ്ചൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോകുക. അവർ മറ്റ് സ്റ്റിമുലേഷൻസ് തേടുന്ന ഒരു അവസ്ഥയിലും വരാറുണ്ട്. അപ്പോൾ സിനിമയെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷാജി കൈലാസിന്റെ സിനിമകൾ ഉണ്ടായിരുന്ന കാലത്ത് വേണമായിരുന്നു ഇതേപോലെ നമ്പർ ഓഫ് വയലൻസ്, അല്ലെ, മേർഡേഴ്സ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാനായിട്ട്. അപ്പം ഈ സിനിമയിൽ എത്രമാത്രം വയലൻസ് കൊണ്ടുവരാമെന്നുള്ളത് സെൻസർ ബോർഡോ അല്ലെങ്കിൽ ഇപ്പം സീരിയലുകളെ പറ്റിയും ഈ പ്രശ്നം ഉണ്ടല്ലോ. കാരണം അവർ തീരുമാനിക്കേണ്ട അവരുടെ ഒരു ജോലിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു വലിയ ഒരു ഫാക്ടർ ആകുന്നു എന്നുള്ളതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു തരത്തിൽ മാത്രമല്ല കുട്ടിയുടെ ലേണിംഗ് നടക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ മലയാള സിനിമ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാ തരം സിനിമകളും നമുക്ക് കാണാനുള്ള ഒരു സോഷ്യൽ മീഡിയ അടക്കം എല്ലാ OTT പ്ലാറ്റ്ഫോമുകളും ഇപ്പൊ അവൈലബിൾ ആണ്. കൊറിയൻ സിനിമകളാണെങ്കിലും ഹോളിവുഡ് സിനിമകളുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുന്നതിനൊക്കെ ഇപ്പൊ മലയാളത്തിൽ കാണുന്നതിനപ്പുറം വയലൻസുകളാണ് ആ സിനിമകളിൽ വരുന്നത്. അപ്പൊ അതും കാണാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ മലയാള സിനിമയെ പ്രത്യേകം നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇതില് ഒരു നിരീക്ഷണമാണ് കേട്ടോ, അത്രമാത്രം ശരിയാവുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞ ശേഷം, അതായത് കോവിഡിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും വീട്ടിൽ അടച്ചിരുന്നു. അപ്പൊ നമുക്ക് കോവിഡിന് മുമ്പ് പുറത്തുനിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പല സ്റ്റിമുലേഷൻസും നമുക്ക് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വീട്ടിന്റെ അകത്ത് അടച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരുന്നത് മറ്റ് രാജ്യങ്ങൾ, മറ്റ് നാടുകൾ, അങ്ങനെയാണ് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ടാവുന്നു. അങ്ങനെ ആളുകൾ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെയൊക്കെ അവരെ തന്നെ പ്രകാശിപ്പിക്കുന്ന മെത്തേഡുകളിലൊക്കെ വന്നു. പക്ഷെ അതേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും, കോവിഡ് സമയത്ത്, കോവിഡിന് ശേഷം തൊട്ടടുത്ത് 2020, 2021 കാലഘട്ടങ്ങളിൽ വന്നിരുന്ന സിനിമകൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. ഒന്നുകിൽ പ്രേത സാന്നിധ്യം കൂടുതലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മെറ്റാഫിസിക്കൽ ഒരു സംഭവം ആ സിനിമകളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയണേ, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം വയലൻസ്, അല്ലെങ്കിൽ അത് ഒരു പ്രകടമായ കൊലപാതകം, ആത്മഹത്യ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഒരു അന്വേഷണമായിരിക്കാം. നമ്മളെ വളരെയധികം എന്താ പറയുക, ജിജ്ഞാസഭരിതം ആക്കുന്ന, അല്ലെ ഇൻട്രീഗ്ഡ് ആക്കുന്ന ഒരുപാട് എലമെന്റ്സ് സിനിമകളിൽ കുത്തി നിറച്ചിട്ടുള്ള ഒരു ജോണർ തന്നെ കാണാൻ കഴിയും. അപ്പൊ എൻ്റെ ഒരു നിരീക്ഷണം എന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മൾ വീടിന്റെ അകത്ത് അടച്ചിരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിമുലേഷൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോ പ്രേതത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വയലൻസിന്റെ രൂപത്തിലോ നമുക്ക് ഇതുവഴിയൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റിമുലസ് കിട്ടുകയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളോട്, അജ്ഞാതമായിട്ടുള്ള കാര്യങ്ങളോട് മനുഷ്യ മനസ്സിലൊരു പൊതുവേ ഒരു താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ പരിചയിക്കുന്നുണ്ട്. പക്ഷെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് വയലൻസ് ആവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, പ്രേതം, അല്ലെങ്കിൽ ഒരു മെറ്റാഫിസിക്കൽ, ഒരു പാരാനോർമൽ സംഭവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ, നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കറ്റിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ താല്പര്യത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ളൊരു ജോണർ വന്നിട്ടുണ്ട്. അത് മലയാളത്തിൽ വളരെ പ്രകടമാണ്, നമുക്ക് കൂടുതൽ പരിചിതമുള്ളത് കൊണ്ട്. പക്ഷെ മറ്റു ഭാഷകളിലും ഈ ഒരു ജോണർ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പല ഫിലിം ഫെസ്റ്റിവലുകൾ നോക്കുവാണെങ്കിൽ ഒരു ഫാമിലി സ്റ്റോറി ആയിരിക്കാം, പക്ഷെ അത് പറയുന്ന രീതിയിൽ ഈ ഒരു വയലൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു അബ്യൂസിന്റെ ഒരു അഗ്രസീവ് എലമെന്റ് പല രീതിയിൽ കയറി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന പോലെ വയലൻസ് ഒരു പരിധി കഴിഞ്ഞാൽ നിയന്ത്രിക്കേണ്ടത് സെൻസർ ബോർഡിന്റെ ജോലിയാണ്. അതിൽ ഗവൺമെന്റിന് വലിയ രീതിയിൽ ഇടപെടാൻ കഴിയും, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നത്, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും എന്തിനൊക്കെയാണ് ഇവര് സമയം കളയുന്നത് ഒരു ദിവസം എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത്തരം ഇൻഫർമേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കടക്കുകയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ സെൻസിറ്റിവിറ്റിയും ഒക്കെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പഠനം എന്ന് പറയുന്നത് നമുക്കൊരു ഈ പറയുന്ന മീഡിയയിൽ തുടരെയുള്ള ആക്രമണങ്ങൾ കാണിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബ്ഡ് ആവുന്ന ആളുകളുണ്ട്. അതായത് നമ്മളതിനെ എന്താ പറയുന്ന ഒരു മീഡിയ ഇൻഡ്യൂസ്ഡ് ട്രോമ എന്നതിന് പറയാം. കാരണം പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഈയിടയ്ക്ക് വെഞ്ഞാറമൂടിലെ കൊലപാതകത്തിന്റെ സമയത്ത് അവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള മീഡിയ റിപ്പോർട്ടേഴ്സിനെ പറ്റിയുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അവർക്ക് അത് കൂടുതൽ വർണ്ണിക്കുക വഴി അല്ലെങ്കിൽ അതിനെ കൂടുതൽ ദൃശ്യവൽക്കരിക്കുക വഴി അവർക്ക് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇതിനോട് ഭയപ്പാടോടെ, ഇതിനോട് കുറച്ച് വളരെ ബുദ്ധിമുട്ട്
അനുഭവിച്ചതിനെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളാണ്. ഫോൺ തുറന്നാൽ ഇത് തന്നെ വരുന്നു, അല്ലെങ്കിൽ ടി വിയിൽ നിരന്തരം ഈ വാർത്തകൾ വരുന്നു, പത്രം തുറക്കുമ്പോൾ വരുന്നു. അപ്പൊ ഇതെല്ലാം ഇവർ ഇതിന് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ സിനിമയിൽ മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈവൻ ന്യൂസ് പേപ്പറും അല്ലെങ്കിൽ മീഡിയ എങ്ങനെയാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യം. സിമ്പിൾ ആയിട്ട് അവര് കാണിക്കുന്നത് പോലെ ഒരു തോന്നല്. അതെ, ഒരു കൊലപാതകം കഴിഞ്ഞ് മറ്റൊരു കൊലപാതകം, അതിങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു. ഇനിയിപ്പോ ഏതൊരു വ്യക്തിക്കും ചിലപ്പം മേ ബി തോന്നിയേക്കാം ഞാൻ കൊലപാതകം ചെയ്താലും ഇതൊക്കെ തന്നെയായിരിക്കും. അതെ, മാത്രമല്ല ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഇന്റേണൽ വയലൻസ് ആണ്, ഇന്റേണൽ അഗ്രഷൻ ആണ്, ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വയലൻസ് ആണ്. അപ്പൊ അത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി, അത് എങ്ങനെയാണ്, അവർ എന്തിനു എവിടെ പോയി, എന്ത് ചെയ്തു, എത്ര നാളായി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ കത്തുകൾ പബ്ലിഷ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെയധികം പൊതുജനത്തിന്, കാരണം പൊതുജനം പല രീതിയിലുള്ള മാനസികവും ശാരീരികമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്ക് അങ്ങനെ റോ ആയിട്ട് കൊടുക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനു പകരം മീഡിയ ആവട്ടെ മറ്റെല്ലാ സംവിധാനങ്ങളും ഇത്തരം ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും ആളുകളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞ് ഒരു പ്രിവെന്റീവ് മെത്തേഡോ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ മെത്തേഡിലേക്കുള്ള മാർഗങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തില് അഫാന്റെ കാര്യം എടുത്ത് നോക്കിയാൽ, അഫാൻ ചെറുപ്പം മുതലേ ബുദ്ധിമുട്ടുകളൊന്നും അതായത് അനുഭവിക്കാതെ വളർന്ന ഒരാളാണ്. പെട്ടെന്നൊരു സന്ദർഭത്തില് എല്ലാം പുള്ളിയുടെ തലയിലാകുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഒരു ക്രൈമിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്നാണ് പുള്ളി ചോദ്യം ചെയ്ത പോലീസുകാരൻ പുള്ളി കൊടുത്ത മൊഴിയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തോന്നല് അദ്ദേഹത്തിന് ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? പെട്ടെന്ന് ഒരു പുരുഷനാണ് എല്ലാം നോക്കി നടത്തേണ്ടതെന്നുള്ളൊരു സമൂഹം കുത്തി വെച്ചത് ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. അത് സമൂഹത്തിന്റെ പ്രശ്നമാണോ അതോ കടം വാങ്ങി ലാവിഷായിട്ട് ജീവിക്കുന്നതിന്റെ പ്രശ്നമാണോ? എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഈ വെഞ്ഞാറമൂട് കൊലപാതകത്തെ പറ്റിയും അതിൽ ഇടപെട്ടിട്ടുള്ള ഓരോരുത്തരെയും പറ്റിയൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകൾ മാധ്യമങ്ങളിലൂടെ മാത്രമാണ്. അപ്പോ മാധ്യമങ്ങൾ എന്താണോ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഏത് തരത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ കൊലപാതകത്തെ പറ്റിയും അതിനകപ്പെട്ടവരെ പറ്റിയുള്ള ഒരു ചിത്രം കിട്ടുന്നത്. അപ്പോ അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടൊരു ഉത്തരം പറയുക എന്നുള്ളത് എത്തിക്കലി കറക്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പൊതുവെ നമുക്ക് നോക്കിയാൽ ആൺകുട്ടികളുടെ ചുമലിലാണ് കുടുംബം. ആൺകുട്ടികളാണ് ഒരു വീടിന്റെ സുരക്ഷയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും എന്താ പറയാ, ആ വീട്ടിലെ എല്ലാവരുടെയും സമാധാനവും സ്വസ്ഥതയും ഒക്കെ കാക്കേണ്ടത് എന്നുള്ള ഒരു ഭാരം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളുടെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളുടെ സ്റ്റാൻഡേർഡുകൾ എപ്പോഴും, നമ്മുടെ പ്രത്യേകിച്ച് ഒരു കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡുകൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നമുക്ക് ഏത് തരത്തിൽ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക്കലി നമുക്ക് നേടാം എന്നുള്ളതിനപ്പുറേ നമ്മൾ കൂടുതലും വിചാരിക്കുന്നത് അപ്പുറത്തെ ആളുമായിട്ട് നോക്കുമ്പോൾ, അല്ലെ എൻ്റെ കുടുംബത്തിലെ ഇന്ന ആളുമായിട്ട് നോക്കുമ്പോൾ, അല്ലെ എൻ്റെ അയൽവക്കക്കാരുടെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ പഠിക്കുന്ന സ്ഥലത്തുള്ള ആളുകളുമായിട്ട് നോക്കുമ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് എനിക്ക് എപ്പോഴും സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലും പ്രാപ്തമാണോ എന്നുള്ളതിനെ പറ്റി നമ്മൾ പൊതുവെ ആലോചിക്കാറില്ല. അപ്പം ഇതിന്റെ ഒരു കടുത്ത സ്വാധീനം ഈ പറഞ്ഞ ആളുകളിലും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ ചെറിയ പ്രായത്തിൽ തന്നെ, ഇവിടെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ചുമലിലേക്കേണ്ട ഒരു അവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഒരിക്കലും ആൺകുട്ടികളുടെ ഈ ഒരു ഭാരത്തെ നമ്മൾ ഒരിക്കലും ഒരു ജെൻഡർ സോഷ്യലൈസേഷന്റെ ഭാഗമായി കാണുന്നില്ല. കാരണം ആൺകുട്ടികളല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരാണ് ഈ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? വേറെ ആരാണ് ആർക്ക് തുണയായിട്ടുള്ളത്? അവര് വേണം ഇതെല്ലാം ചെയ്യാനെന്നുള്ളത്, അതിനെപ്പറ്റിയുള്ള ഒരു വിചാരം നമുക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പൊ ഈ ഒരു കൊലപാതകത്തോടെ നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളുടെ അടുത്ത് നിന്നും അത് പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലെ ഒരു കുടുംബങ്ങളിലും സംഭവിക്കുന്നില്ല. നമ്മൾ വീണ്ടും ഇതേ ജെൻഡർ എക്സ്പെക്ടേഷൻസ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ഈ പ്രതീക്ഷ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പൊ ഇതിന്റെ മനസാക്ഷി, നമ്മളതിനെ സൂപ്പർ ഈഗോ എന്ന് പറയും, മനസാക്ഷി
അതിന് ഈ ഒരു ബെറ്റർ സ്റ്റാറ്റസ് ഉണ്ടാവാൻ, ഒരു ബെറ്റർ സിറ്റുവേഷനിലോട്ട് കുടുംബത്തെ നയിക്കാനായിട്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കുട്ടി എത്തുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അതിന് കുറ്റബോധമില്ല, അതിന് സങ്കടമില്ല, ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് ഒന്നും ഈ കുട്ടിയെ പിന്തിരിപ്പിക്കുന്നില്ല. കാരണം എൻ്റെ ധർമ്മമാണത്, എൻ്റെ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ഞാനാണ് ഇത് ചെയ്യേണ്ടത്, എന്നിൽ നിന്നാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് സാധിക്കുന്നില്ല. എന്നെ ഇതിലേക്ക് ആരൊക്കെയാണോ തടയുന്നത് അവരെ എല്ലാരെയും ഇല്ലായ്മ ചെയ്യുക, എന്നിട്ട് ഞാൻ എൻ്റെ കുറ്റം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പറയുക. അപ്പോ പോലീസ് തീരുമാനിക്കട്ടെ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഞാനൊരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്, ഒരു വിവേചനം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്ക് താങ്ങാൻ കഴിയില്ല. എനിക്ക് ആകെ കഴിയുന്നത് ഇവരെ വകവരുത്തിയിട്ട് പോയി പറയുക, പോലീസ് സ്റ്റേഷനിൽ പറയുകയാണ്, ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പൊ ഇതിൽ നമ്മൾ വിശകലനം ചെയ്യാനാണെങ്കിൽ ഒരുപാട് വിശകലനം ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ജെൻഡർ പ്രതീക്ഷകൾ, അതായത് ഒരാളുടെ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് തന്നെ പറയാം, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ നമ്മൾ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകൾ വലിയൊരു എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ആഘാതത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മളിപ്പോ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും വിജിലന്റ് ആവേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് പോലും നമ്മുടെ ആരുടെയും എന്താ പറയുക ശ്രദ്ധ ഈ ആൺകുട്ടികളെ വളർത്തുന്നതിലേക്കോ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ വേണ്ട പരിശീലനം കൊടുക്കേണ്ടതിലേക്കോ ആൺകുട്ടികളെ അവരുടെ ഈ ഭീമമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിലേക്കോ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇത്തരം കൊലപാതകങ്ങൾ ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും? ഇവരുടെ ഒരു പ്രേരണ എന്തായിരിക്കും? നേരത്തെ സിനിമയുടെ കാര്യം നമ്മൾ പറഞ്ഞു, സാമൂഹിക സാമ്പത്തിക ഘടന ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം, അതായത് സമപ്രായക്കാരുടെ സ്വാധീനം ഉണ്ടായേക്കാം. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണാൻ പറ്റുന്നത്? ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇത്ര കാലം വിചാരിച്ചിരുന്നാൽ ഇത്ര കാലത്തെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ സ്കൂള്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ത്രികോണമോ ചതുരമോ ഈ മൂന്നോ നാലോ ഘടകങ്ങൾ മാത്രമേ ഉള്ളതാണ്. പക്ഷെ അതല്ല. മുമ്പ് പറഞ്ഞതുപോലെയുള്ള പലതരത്തിലുള്ള വയലൻസ്, ഡയറക്റ്റ്, സ്ട്രക്ചറൽ, കൾച്ചറൽ എന്ന് പറയുന്ന ഒരു വയലന്റ് സൊസൈറ്റി ആയിട്ട് നമ്മൾ കേരളം മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ ഭയപ്പാടോടെ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ, കേരളത്തിലുള്ള പുതിയ തലമുറയെ, പ്രത്യേകിച്ചും ഒരു ആൺ തലമുറയെ ഒന്നും പിന്തിരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതും അതിനുശേഷവും അവർക്കൊരു കുറ്റബോധമോ ഒരു ബുദ്ധിമുട്ടോ ഉള്ളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതാണ്, സിനിമയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയാണ് അല്ലെങ്കിൽ പ്രതീക്ഷകളാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവരെ ഒരുക്കി തീർക്കുന്ന ഒരു ജെൻഡർ എക്സ്പെക്റ്റഡ് പാക്കേജ് അതൊരു പക്ഷെ ഇൻവിസിബിൾ ആയിരിക്കാം, നമ്മളത് അംഗീകരിക്കാത്തതാവാം, അത് വളരെയധികം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ഇവിടെയുള്ള കുടിയേറ്റങ്ങളുണ്ടല്ലോ, മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുന്നുണ്ട്. ചെറുപ്പക്കാര് എന്താ പറയുന്ന ഒരു യൂത്ത് ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നുണ്ട്, ഫീമെയിൽ ബ്രെയിൻ ഡ്രെയിൻ കൂടുതലായി സംഭവിക്കുന്നുണ്ട്. വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസും ഡിവോഴ്സും മാത്രമായിട്ടുള്ള സിറ്റുവേഷനിൽ നടക്കുന്നത്. അപ്പൊ ഇത്തരം ചർച്ചകൾ നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്ട്രക്ചർ ചേഞ്ച്, നമ്മളതിനെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. കാരണം ആളുകൾക്ക് എന്താണ് ഇപ്പം ആവശ്യമുള്ളത്, എന്തിലൂടെയാണ് കടന്നു പോകേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള പുതിയ ചർച്ചകൾ വരണം. അതായത് പുതിയ ജനറേഷനെ മാറി നിന്ന് കുറ്റപ്പെടുത്തുകയോ അവരെ നന്നാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും കാതുകൂർപ്പിച്ചിരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. യുവാക്കളുടെ കൂടി വരുന്ന അക്രമങ്ങളില് സാമൂഹിക മനഃശാസ്ത്രം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണെന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ മാം, ഇത്രയും സമയം കലാകൗമുദിക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. താങ്ക് യു.